സ്കാർലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിനായിട്ട് വന്നിരിക്കുന്ന വണ്ടി ടൊയോട്ട ഫോർച്യൂണർ ആണ്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൂത്താട്ടുകുളത്തുനിന്ന് വർക്കിനായിട്ട് വന്നേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് അധികം വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് സൗണ്ട് സിസ്റ്റം നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഷാർപ്പിൻ്റെ ബ്രാൻഡിൻ്റെ 360 സിസ്റ്റമാണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. 4GB റാമും 64GB റോമും ഉള്ള സിസ്റ്റമാണ് നമ്മൾ വയ്ക്കുന്നത്. അതേപോലെ തന്നെ പയനിയറിൻ്റെ അണ്ടർ സീറ്റ് സബ് വൂഫറാണ് വയ്ക്കുന്നത്. കൂടാതെ നമ്മൾ 4 ഡോർ ഇന്ന് ഡാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡോറിന്റെ ഇന്നറും ഔട്ടറുമാണ് നമ്മൾ ഡാമ്പ് ചെയ്യാൻ പോകുന്നത്. പൈനിയറിന്റെ തന്നെ ഡാമ്പിംഗ് ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഡോറ് ഡാമ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഡോറിന്റെ ഇന്നർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡോറിൽ തട്ടുന്ന സൗണ്ടും കാര്യക്കും എല്ലാം അതേപോലെ തന്നെ ഈ തകടെ തട്ടുന്നതിനുള്ള സൗണ്ട് നമ്മുടെ പോകും. കൂടാതെ നമ്മൾ ഡോറിന്റെ ഔട്ടർ സൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം പോകും. നമുക്ക് സൗണ്ട് ക്ലാരിറ്റി പക്കായിട്ട് കിട്ടും. ഇന്ന് നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കിന് ശേഷം നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ഫോർച്യൂണർ ആണ്. ഫോർച്യൂണറിൽ നമ്മൾ അധികം വർക്കുകൾ ചെയ്യുന്നുണ്ട്. സൗണ്ട് കാര്യങ്ങൾ, പിന്നെ ഡാമ്പിങ്. മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്നത് ഡാമ്പിങ് ആണ്. അപ്പോൾ ഡാമ്പിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാമ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സൗണ്ടിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഡോറിൻ്റെ വെയിറ്റ് കൂട്ടാനും ഇന്നറും ഔട്ടറും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നറും ഔട്ടറും നല്ല അടിപൊളിയായിട്ട് നല്ല പൈനിയറിൻ്റെ നല്ല ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഡോറെ കൊട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമുക്ക് ഡോറെ കൊട്ടി നോക്കുമ്പോൾ ഡോർ വെയിറ്റും കൂടും. പിന്നെ ചെറിയ ചെറിയ ചളുക്കം കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെയാണെങ്കിൽ അത് ചെറിയൊരു ഡോറിന് പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ 360 നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. 360 ഷാർപ്പിൻ്റെ 1080 മെഗാ പിക്സൽ വരുന്ന ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ അറിയാം ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളത്. നല്ല ക്ലാരിറ്റി നല്ല ഇതുമാണ്. അതുപോലെ തന്നെ നൈറ്റ് വിഷനിൽ ഇതിന് എത്ര ക്ലാരിറ്റി കിട്ടുമെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചും വിളിച്ചും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് നൈറ്റും എടുത്തിട്ട് വീഡിയോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും നൈറ്റിലെ ക്ലാരിറ്റി എങ്ങനെയുണ്ട്. നൈറ്റ് പകലിന് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ 4 ക്യാമറയും ഫുൾ ടൈം റെക്കോർഡിംഗ് ആയിരിക്കും. ഫോർച്യൂണർ പോലുള്ള വലിയ വണ്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 ക്യാമറ അത്യാവശ്യമാണ്. കാരണം ഹിഡൻ സൈഡിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വണ്ടി മുന്നോട്ടോ പുറകിലോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും. പിന്നീട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് ക്യാമറയിൽ വ്യൂ കിട്ടും. അപ്പം 360 ഡിഗ്രി നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുണ്ട് ഈ വീഡിയോയ്ക്ക് അത് നൈറ്റിൻ്റെ ക്ലാരിറ്റി കാണുന്നുണ്ട്. ഒന്ന് നോക്കിയത് നൈറ്റ് നമുക്കിത് നല്ല ഭംഗിയായിട്ട് തന്നെ പകല് കാണുന്ന പോലെ തന്നെ റോഡ്, അതിൻ്റെ ലൈൻസ്, റോഡിലെ ലൈൻസ് എല്ലാം ചെറിയ കല്ല് പോലും നമുക്ക് നൈറ്റ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ 360 കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.